ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് അഹമ്മദ് അൽ മഗ്രിബി മർജ് എന്ന പെർഫ്യൂമാണ്. ഞാൻ അതിൻ്റെ ഒരു ഡീക്കൻ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു ബോട്ടിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഒറിജിനലിനെ ചെറിയ ബോട്ടിലാക്കി നമുക്ക് കിട്ടുന്നുണ്ട്. ഓൺലൈനായിട്ട് ഒരുപാട് പേര് അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അഹമ്മദ് അൽ മഗ്രിബി ഡീക്കൻസ് നോക്കിയാൽ ഒറിജിനൽ ബോട്ടിൽ നിന്ന് 10 ml ഡീക്കൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. 750 റുപ്പീസ് എന്തോ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പെർഫ്യൂമിന് 60 ml 3000 ചേഞ്ചാണ് പ്രൈസ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ആദ്യമേ പോയിട്ട് വലുത് വാങ്ങിക്കേണ്ട. ഞാൻ മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ് പൊതുവെ അങ്ങനെ വലുത് വാങ്ങിക്കാറില്ല. കാരണം ഈ ഒരു ഊത് ടച്ച് ഒക്കെ വരുമ്പോൾ എനിക്ക് പേഴ്സണലി അത്തരം പെർഫ്യൂംസിനോട് വലിയ താല്പര്യം തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണ് സ്മെല്ല് അറിഞ്ഞിട്ട് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ വാങ്ങിക്കാം എന്നൊരു രീതിയിലാണ് ഞാൻ നിന്നത്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ പെർഫ്യൂം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ ഇതിലെന്താ കിട്ടുന്നത് വെച്ചാൽ ഇതൊരു കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഊതിൻ്റെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്മോക്കി ലെതറി അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഫ്രൂട്ടി സ്വീറ്റി ഫ്രാഗ്രൻസും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഓപ്പണിങ്ങിലുള്ളത്. എൻ്റെ ഒപ്പീനിയനിൽ ഇതിൻ്റെ ഓപ്പണിങ് ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഒരു ലൗഡർ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ പെർഫ്യൂമിനുള്ളത്. അത് സാധാരണ പെർഫ്യൂംസ് നമ്മൾ പറയുമ്പോൾ ചിലതൊക്കെ മൈൽഡായിട്ട് തുടങ്ങിയിട്ട് പിന്നീട് ഇങ്ങനെ എന്താ പറയുക ചെറിയൊരു വുഡി ഫ്രാഗ്രൻസ് മറ്റുള്ളതൊക്കെ പിന്നീടാണ് വിസിബിൾ ആയിട്ട് വരിക. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊരു സ്ട്രോങ്ങർ ആയിട്ടാണ് ഈ പെർഫ്യൂം നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക ഒരു അനിമലിക് ഊത്, അതായത് ഒരു ലെതറി ഊത് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. അത് നമുക്ക് സുപരിചിതമായ ചില ഫ്രഞ്ച് പെർഫ്യൂമുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ചില മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂമിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്രാഗ്രൻസ് തന്നെ. അതായത് ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, ലെതറി നോട്ട്സ് ഉണ്ട്, പിന്നെ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഊതിൻ്റെ ഫ്രാഗ്രൻസ്. ഊത് എന്ന് പറയുമ്പോൾ മറ്റേ ഡാർക്ക് ആയിട്ടുള്ള കരിഞ്ഞ ഊതിൻ്റെ സ്മെല്ലല്ല, കുറച്ചൊരു സ്വീറ്റ്നെസ് ചേർന്ന ഊതിൻ്റെ ഫ്രാഗ്രൻസ്. അതാണ് ഈ പെർഫ്യൂമിൻ്റെ ഓപ്പണിങ്ങിലുള്ളത്. ആദ്യത്തെ ഒരു 5 to 10 മിനിറ്റ്സ് എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് സാധനം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്നിഫ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സ്മോക്കി നോട്ട്സും വരുന്നുണ്ട്. പിന്നെ ഒരു സാഫ്രോണ്ടൊക്കെ പോലത്തെ ഒരു ഫ്രാഗ്രൻസും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കുറച്ചൊരു ഫ്രൂട്ടി പ്ലസ് എന്താ പറയുക ഒരു അരോമാറ്റിക് ഫ്രാഗ്രൻസ്, ജാസ്മിൻ്റെ നോട്ട്സ് നല്ല രീതിയിൽ ഇതിൽ വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സും അതിൻ്റെ കൂടെ തന്നെ ഹെവി അല്ലാത്ത ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസ്. എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു പെയറിൻ്റെ ഒക്കെ ഒരു ഫ്രാഗ്രൻസ് പോലത്തെ ഒരു സ്മെല്ലും ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ചില ഫ്രഞ്ച് പെർഫ്യൂംസ് എന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബിൽക്കാണ് പിന്നീട് ഈ സാധനം പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള വൈബും വരുന്നുണ്ട്. ആ ഒരു സ്വീറ്റ് വൈറ്റ് ഫ്ലോറൽ ആൻഡ് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ മിഡിൽ നോട്ട്സ് മുതൽ പിന്നെ അങ്ങോട്ട് പോകുന്നത്. അത് വളരെ പ്ലീസിങ് ആണ്. അത് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സാധനം മറ്റൊന്നുമല്ല, ഇതാണ് ഈ മറിയം ലോഷൻ്റെ ഫ്രാഗ്രൻസ് ആണ്. അത് ഈ ലോഷനിൽ വരുന്ന ഫ്രാഗ്രൻസ് അല്ല, ഈ ലോഷന്റെ ഇന്നറിൽ കിടക്കുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, മറിയം ലോഷന്റെ ഒരു ലാസ്റ്റിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ്. അതൊന്നും കൂടി കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ മറിയം ലോഷന്റെ കമ്പനി തന്നെ ഇറക്കുന്ന ഒരു ഓയിൽ ഉണ്ട് ഇവരുടെ. ഒരു 100 ml ഒരു ബോട്ടിലൊക്കെ കാണാറുണ്ട്, ഒരു സിൽവർ കളറിൽ ലുലു ഗാലറിന്റെ ഒരു ഓയിൽ. ആ മറിയം ഓയിലിൽ നിന്ന് കിട്ടുന്ന ഫ്രാഗ്രൻസ് ഈ ഫ്രാഗ്രൻസ് തമ്മിൽ വളരെ മാച്ചിങ് ആണ്. അതായത് അതിലുള്ള ആ ഒരു മസ്കി സ്വീറ്റി ഫ്രാഗ്രൻസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇത് സ്നിഫ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു മറിയം ലോഷന് തന്നെയാണ് നമുക്ക് ഫ്രാഗ്രൻസ് വരുന്നത്. പക്ഷേ ഈ ലോഷന് പോലത്തെ ഒരു ലൈറ്റർ സ്മെല്ലല്ല, അതിനെ ഒന്നും കൂടി എന്താ പറയുക ഒന്ന് പഞ്ച് കൂട്ടിയത്. അതിൻ്റെ ഒരു 4K വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മറിയം ലോഷൻ്റെ കുറച്ചും കൂടി പഞ്ചുള്ള ഒരു വേർഷൻ. അതിലോട്ട് ഒരു ആംബർ ഫ്രാഗ്രൻസും പിന്നെ കുറച്ചൊരു ഊതിൻ്റെ ഫ്രാഗ്രൻസും, ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ സാധനം. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അത് ഇതിൻ്റെ ലാസ്റ്റിലേക്കൊക്കെ എത്തുമ്പോൾ ഈ ഒരു ആംബറും ഊതൊക്കെ കുറച്ചൊരു ഡൗൺ ആയിട്ട്
നല്ല പ്ലീസിങ് ആയിട്ടുള്ള ഒരു വൈബിലേക്ക് ഈ പെർഫ്യൂം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫ്രാഗ്രൻസ് ഉള്ളത്. ഇനി ഈ ഒരു പെർഫ്യൂമിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് അപ്ലൈ ചെയ്താൽ സാധാരണ നമ്മൾ ഒരു പെർഫ്യൂമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഡിസപ്പിയർ ആവാറുണ്ട്. പക്ഷേ ഇവിടെ ഇതൊരു ഓയിലി പോലെ നിൽക്കുന്നുണ്ട്. അതായത് ഇതിൽ ഓയിൽ കണ്ടന്റ് കൂടുതലുണ്ട്. പിന്നെ ഞാൻ ചില വീഡിയോസിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതിൽ 41% ഓയിൽ ഉണ്ട് എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ വലിയ ബോട്ടിൽ എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് അതിപ്പോൾ നമ്മൾ ഈ ഡീക്കനിൽ ഇപ്പോൾ എവിടെയും എഴുതിയിട്ടുണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇതിൽ ഓയിൽ കണ്ടന്റ് നല്ലോണം കൂടുതലാണ്. അപ്പോൾ ഇനി ഇത് എത്ര നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ ഡ്രസ്സിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോട്ടൺ ഡ്രസ്സിലാണ്. ഞാൻ പൊതുവെ ഇവിടങ്ങളിലൊക്കെയാണ് അപ്ലൈ ചെയ്യാറുള്ളത്. അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് അപ്ലൈ ചെയ്താൽ ഇത് നാളെയും സ്മെല്ലുണ്ട്. അത് നല്ല രീതിക്ക് സ്മെല്ല് കിട്ടുന്നുണ്ട്. അത് പക്ഷെ നമ്മൾ അങ്ങനെ എക്സ്ട്രീമായിട്ട് പുറത്ത് പോയിട്ട് കിട്ടൂല. നമ്മളൊരു ഓഫീസിലും അങ്ങനെ ഇങ്ങനെ അല്ലാതൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു 24 hours വരെ ഫ്രാഗ്രൻസ് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 12 hours വരെ എന്തായാലും ഇതിൻ്റെ സ്മെല്ലുണ്ട്. അതിൽ തന്നെ ഒരു ഇനീഷ്യൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു 4 hours വരെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 3.5 to 4 എന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്തൊക്കെ 3.5 hours വരെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ പെർഫ്യൂം. ഇനി ഇത് ഞാൻ വലുത് വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഫ്രാഗ്രൻസ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് പരിചയമുള്ള സ്മെല്ലാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഇത് അവൾ സ്നിഫ് ചെയ്തിട്ട് പറഞ്ഞു ഇതിനൊരു തൈലത്തിൻ്റെ സ്മെല്ലാണ് പറഞ്ഞത് അതിൻ്റെ ഓപ്പണിങ്ങിൽ. അതെനിക്ക് കാര്യം മനസ്സിലായി, അത് ഊതാണ് അതങ്ങനെ പറയുന്നത്, ഒരു തൈലത്തിൻ്റെ സ്മെല്ല് നിങ്ങൾ. അപ്പം ഞാൻ ഡ്രസ്സിൻ്റെ ഷോൾഡറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതിന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് സ്നിഫ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഒരു 30 minutes ഒക്കെ കഴിഞ്ഞ് ആൾ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പം നല്ല സ്മെല്ലാണ് പറഞ്ഞു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവൾ പോകുന്ന വഴിയിലൊക്കെ ഇത് സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം നല്ല സ്മെല്ല് നല്ലോണം നിൽക്കുന്നുണ്ട് എന്നുള്ളത്. മാത്രമല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ ആ ഒരു മറിയം ലോഷന് ഒരു കട്ടി കൂട്ടിയ ഒരു സ്മെല്ലുണ്ടല്ലോ, അതങ്ങനെ പോകുന്നുണ്ട്. അതിൽ ആ ഒരു ജാസ്മിൻ്റെ സ്മെല്ല് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂം മൊത്തത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ചോദിച്ചു വൈഫിൻ്റെ അടുത്ത്, ഇനിയിപ്പോൾ നമുക്കത് വലുത് വാങ്ങിക്കണോ എന്നുള്ളത്. മോസ്റ്റ്ലി എല്ലാ പെർഫ്യൂംസും ഞാൻ ചെറുതാണല്ലോ വാങ്ങിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ വീഡിയോ ചെയ്യാത്ത ചില പെർഫ്യൂംസ് ആണ്, ഇതേപോലെ ചെറിയ പെർഫ്യൂംസാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളത്. അതിൻ്റെ റീസൺ, നമ്മളെ പർപ്പസ് എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രാഗ്രൻസ് അറിഞ്ഞിട്ട് എല്ലാവരിലേക്കും ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇന്നതാണ് എന്നുള്ളത് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ മോസ്റ്റ്ലി നോക്കാറുള്ളത്. ഓക്കെ, പിന്നെ ചില പെർഫ്യൂംസ് നമുക്ക് നമ്മളൊരു ഇഷ്ടം കൊണ്ട് വാങ്ങിക്കുന്നതുണ്ട്. ആ ഒരു കാറ്റഗറിയിലോട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വലുത് വാങ്ങിക്കുമോ ചോദിച്ചാൽ മേ ബി ഫ്യൂച്ചറിൽ വാങ്ങിച്ചേക്കാം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു മോശം ഫ്രാഗ്രൻസ് അല്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ പെർഫ്യൂമിൻ്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്ന ഒരു നോട്ട്സ് വെച്ചിട്ട് ഇതിനെ വിലയിരുത്തരുത്. ഇത് പിന്നീട് അങ്ങോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇനീഷ്യലി ഒരു 10 minute നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യാതെ നിന്നാൽ മതി, പിന്നീട് ആൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഒഫീഷ്യലി ഇത് വരുന്നില്ല, അൺഒഫീഷ്യലി ആയിട്ട് പലരും വെബ്സൈറ്റുകളിലൂടെ വെക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഡീക്കൻസ് ഒക്കെ കിട്ടുന്നത്. വലുതും കിട്ടുന്നുണ്ട്, 3500 3300 ആ റേഞ്ചിലേക്കാണ് പ്രൈസ് കാണുന്നത്. ഫ്ലിപ്കാർട്ടിലും കാണുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ 4000 ആണ് പ്രൈസ് കണ്ടത്. അതേപോലെ ഫ്രൈഡേ ചാമിലുണ്ട്. ഫ്രൈഡേ ചാമാണ് പൊതുവെ എല്ലാതും വില കൂട്ടി വിൽക്കാറുള്ളത്. അവിടെയും 4000 ആണ്, 4005 4050 അങ്ങനെ എന്തോ ഒരു പ്രൈസ് കണ്ടു. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഞാൻ അഹ്മദ് അൽ മഗ്രിബിൻ്റെ വേറൊരു പെർഫ്യൂം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ, ഒരു 1 year ഒക്കെ മുന്നേ, അന്ന് ഇൻസ്റ്റാഗ്രാമിൽ. റീസെൻ്റ്ലി ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അഹ്മദ് അൽ മഗ്രിബി ഇപ്പോൾ ആളുകൾ കുറേ ചോദിക്കാനുള്ള കാര്യം, എനിക്ക് തോന്നുന്നു അവർ സോഷ്യൽ മീഡിയ ത്രൂ നല്ല രീതിയിൽ പ്രൊമോഷൻസ് കൊടുക്കുന്നുണ്ട്. മീൻസ് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി, പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പബ്ലിസിറ്റി അവരുടെ പ്രൊഡക്റ്റുകൾക്ക് കിട്ടുന്നുണ്ട്. ഒരു ഇന്ത്യൻസിൻ്റെ ബ്രാൻഡാണത്. UAE സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്. എനിക്ക് ഇവിടെ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് അജ്മലൊക്കെ ചെയ്ത പോലെ അജ്മൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ ബിസിനസ് സെറ്റ് ചെയ്തു, അവിടുന്ന് ഇങ്ങോട്ട് അവർ പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നുണ്ട്. എന്ന പോലെ ഒരു ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. കാരണം ഇവിടെ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ മുമ്പ് വീഡിയോ ചെയ്ത അന്ന് ഏതായിരുന്നു റോസ്നോവ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ഉണ്ട്. അതൊക്കെ നല്ല ഫ്രാഗ്രൻസ് ആണ്. നമ്മളൊരു ക്ലൈമറ്റിൽ അത്യാവശ്യം ഫ്രാഗ്രൻസ് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ
എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇവർ നാട്ടിൽ വരും എന്നുള്ളത്. എന്താ ഒരു ഇന്ത്യക്കാരൻ പുറത്തു പോയിട്ട് ബിസിനസ് ചെയ്ത് ഇന്ത്യയിലേക്കാണ് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ നമ്മൾ വേറെ ബ്രാൻഡുകൾ കണ്ടിട്ടുണ്ട്. ഈ എറ്റേണൽ ലവിൻ്റെ ഒക്കെ റോയൽ മറാഷിൻ്റെ ആ കമ്പനി അത് US ബേസ്ഡ് ആണ്, പക്ഷെ അവരും ഇന്ത്യൻസ് ആണ്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് മർജിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് കോപ്പി മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അഹമ്മദ് അൽ മഗ്രിബിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതും എനിക്ക് അറിഞ്ഞൂടാ. അതിനുള്ളൊരു ചാൻസസ് കുറവാണ്. കാരണം ഒരു എന്താ പറയുക, അത്ര ഒരു പഴയ കമ്പനിയൊന്നും അല്ലല്ലോ. ഒരു പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു കമ്പനിയില്ല. അതിനെ പോയിട്ട് ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഓയിലുകളും പെർഫ്യൂംസ് ഒക്കെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അത് ലാവൻഡർ റൂസ് ആണെങ്കിലും പിങ്ക് ഷേക്ക് ആണെങ്കിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ മർജിൻ്റെതും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ടാവും. ഇപ്പം എന്തായാലും അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, മർജിൻ്റെ ഓയിൽസും പെർഫ്യൂംസും ഒന്നും. അപ്പോൾ എന്തായാലും ഒറിജിനൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഒറിജിനൽ വാങ്ങിച്ചാൽ വർത്താണ്. അതിൻ്റെ ഒരു ഓയിൽ കണ്ടൻറ്റും മറ്റുള്ളതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വർത്താണ്. നല്ല ഫ്രാഗ്രൻസും ആണ്. യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റാനുള്ള ഒരു ചാൻസസ് കുറവാണ്. ഒരു പാർട്ടി പെർഫ്യൂമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒറിജിനൽ എവിടെ കിട്ടുന്നത് നോക്കിയിട്ട് വാങ്ങിച്ചോളൂ. ഒറിജിനൽ അല്ലാത്തുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഡീക്കൻസ് ഒക്കെ വാങ്ങിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന ഡീക്കൻറ്റും ഒറിജിനൽ ആണ് എന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.